ചേനത്തണ്ടും ചെറുപയറും ഓണത്തപ്പ കുടവേറ. ഓണക്കാലങ്ങളിൽ നമ്മൾ കേൾക്കാറുള്ള ഒരു വരികളാണ് ഇതില്ലേ, ഈ ചേനത്തണ്ടും ചെറുപയറും. എന്താ ഈ സംഭവം എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ലേഖ ചേച്ചി പറഞ്ഞത് അങ്ങനത്തെ ഒരു തോരനുണ്ടെന്ന്. അപ്പൊ പിന്നെ ഇന്നത്തെ ഓണക്കൂട്ടിൽ അത് തന്നെയാണ് നമ്മുടെ വിഭവം. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചേനത്തണ്ടും ചെറുപയറും തോരൻ. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ചേനത്തണ്ട് ഞാൻ അരിഞ്ഞു വെച്ചതുണ്ടായിരുന്നു. തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കൂടെ ചതച്ചരച്ച് അതിന്റെ അരപ്പ്. ഞാനത് നമുക്ക് എളുപ്പത്തിന് വേണ്ടി ചേനത്തണ്ടും ചെറുപയറും വേവിച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കൂടെ ചതച്ചു വെച്ചിട്ടുണ്ട്. അരക്കണ്ട, നന്നായിട്ട് അരയണ്ട, ചതഞ്ഞരഞ്ഞാൽ മതി. അപ്പൊ അതിനൊരു മഞ്ഞളും മുളകും ഉപ്പും പാകത്തിനുള്ളതും തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിരിക്കും. ഓക്കെ, സ്ഥിരമായിട്ട് വീടുകളിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു വിഭവം കൂടിയാണ് നമ്മുടെ ഈ ചേനത്തണ്ടും ചെറുപയറും തോരൻ. നല്ല പോഷകം കൂടിയുള്ളൊരു സംഭവമാണ്. കടുകും വറ്റൽമുളകും അരിയും കൂടെ അരി വേവിച്ചു വെച്ച ചേനത്തണ്ടും ചെറുപയറും ആ അരപ്പും കൂടെ ചേനത്തണ്ടിന്റെ ഉള്ളിലുള്ള വെള്ളവുമായിട്ട് ചേർന്നൊന്ന് എല്ലാം കൂടെ ഒന്ന് യോജിക്കണം അല്ലേ, ഒന്ന് യോജിച്ച് വേവാൻ. ചതയ്ക്കുന്ന സമയത്ത് തന്നെ നമ്മള് ഈ പൊടികളെല്ലാം ചേർത്തിട്ടുണ്ട്. തേങ്ങ പച്ചയായിട്ടിരിക്കുന്നതേ ഉള്ളല്ലോ, ചതച്ച് അരപ്പ് പച്ചയായിട്ടിരിക്കുന്നല്ലോ, അത് ഈ ആവില്ല തേങ്ങയുടെ പച്ചയൊന്ന് മാറി ഒന്ന് യോജിക്കണം. അപ്പൊ എല്ലാ സൈഡിലുള്ള എല്ലാം കൂടെ ഒന്ന് നടുക്കിലേക്ക് ഒന്ന് യോജിപ്പിച്ചു കൊടുക്കുക അല്ലേ. അപ്പൊ നമ്മുടെ തേങ്ങ അരപ്പൊക്കെ വെന്തിട്ടുണ്ട്. അത് ആവിയിൽ തന്നെ ഒന്ന് വെന്തിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് തോർത്തിയെടുക്കാം. തോരനല്ലേ, നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ചേനത്തണ്ടും ചെറുപയറും തോരൻ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാടൻ വിഭവമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വിഭവമായി ഓണക്കൂട്ടിൽ വീണ്ടും കാണാം.